Good morning, all. Welcome to the daily news analysis of Dashna Learnings. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first one, socialism, secularism are the spirit of the constitution. So the second one, opening new doors for Parliament's library service. And third one, TN's health sector feats and challenges. Then, can the Supreme Court halt an act passed by a state? Indigenous defense procurement worth 1.05 lakh crore cleared. And the last news, endocrine disruptions in plastic waste, a no public health threat. ഇനി ഈ ഓരോ ന്യൂസും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് ന്യൂസ്, സോഷ്യലിസം സെക്യുലറിസം ആർ ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ന്യൂസ് നമുക്ക് പൊളിറ്റി ആൻഡ് ഗവേണൻസിന്റെ ആസ്പെക്ട്സിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം സോഷ്യലിസം സെക്യുലറിസം എന്നീ രണ്ട് വാക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 42nd അമെൻമെന്റ് വഴിയാണ് 1976 അതായത് എമർജൻസി ആ ഒരു പീരീഡിലാണ്. സോ ദ എമർജൻസിയുടെ 50 years കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു സിറ്റുവേഷൻസിൽ RSS പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യലിസം സെക്യുലറിസം എന്നീ പറഞ്ഞ വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. സോ അതിൻ്റെ ഒരു സിറ്റുവേഷനിലാണ്, ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസിന്റെ റിലവൻസ് വരുന്നത്. സോ ഇതിന്റെ ന്യൂസ് സമ്മറിയിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സോഷ്യലിസം ആൻഡ് സെക്യുലറിസം ആർ ഡീപ്ലി റൂട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 42nd അമെൻമെന്റ് വഴിയാണ് സോഷ്യലിസം സെക്യുലറിസം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 42nd അമെൻമെന്റ് വഴിയാണ് 1976 ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് വേർഡ്സും ശരിക്കും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും കോർ പ്രിൻസിപ്പിൾസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേർഡിനും കോൺസ്റ്റിറ്റ്യൂഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. The RSS call to remove these terms from the preamble is seen as an ideological attack. നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഈ രണ്ട് സോഷ്യലിസം സെക്യുലറിസം എന്ന് പറയുന്ന വേർഡിലാണ്. അപ്പൊ നമ്മുടെ ഓരോ സിറ്റിസൺസിന്റെയും റൈറ്റ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ് നമ്മൾ പ്രിയാമ്പിളിൽ എൻഷുർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സിറ്റിസണും ഒരു ഇൻഇക്വാളിറ്റിയും അനുഭവിക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഈ വാക്കുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രണ്ട് വാക്കുകളും പ്രിയാമ്പിളിൽ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. So the third point, the basic structure doctrine കേശവാനന്ദ ഭാരതി കേസ് 1973 എൻഷുർ ചെയ്യുന്നത് എന്താണ്, സോഷ്യലിസം സെക്യുലറിസം എന്ന് പറയുന്ന വേർഡുകൾ റിമൂവ് ചെയ്താൽ കൂടിയും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ രണ്ട് വാക്കുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് 25 to 30 ആർട്ടിക്കിളിൽ നമുക്ക് എന്താണ് പറയുന്നത്, ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ പറയുന്നുണ്ട്. അതുപോലെ 29(13) കൾച്ചറൽ ആസ്പെക്ട്സിലും എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സിലുമുള്ള മൈനോറിറ്റീസിന്റെ റൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളും കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ അപ്രൂട്ടഡ് ആയി അതുകൊണ്ട് തന്നെ ഈ സോഷ്യലിസം സെക്യുലറിസം എന്ന ഈ രണ്ട് വേർഡ്സിനും കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ഇത്. അത് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റി ആൻഡ് ഗവേണൻസിന്റെ ആസ്പെക്ട്സിൽ ഓരോ ആർട്ടിക്കിൾസും നിങ്ങൾ നോക്കുക. സോ നമ്മൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ആസ്പെക്ട്സിലെ കീവേഡ്സുകൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 42nd അമെൻമെന്റ് ആക്ട് 1976 വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലറിസം എന്നുള്ള വാക്കുകൾ ആഡ് ചെയ്തു. സോ ഈ ഒരു അമെൻമെന്റ് നോക്കുക. ദെൻ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കേശവാനന്ദ ഭാരതി കേസ് 1973 അപ്പം ആ കേസും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള നോക്കുക. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 14, 16, 25 to 30 ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ നോക്കുക. ആർട്ടിക്കിൾ 42(16) എന്താണ്, റൈറ്റ് ടു ഇക്വാലിറ്റി, നോ ഡിസ്ക്രിമിനേഷൻ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 to 28 ഫ്രീഡം ഓഫ് റിലീജിയൻ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ 29 to 30 റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു കൺസർവ് കൾച്ചർ, റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഈ രണ്ട് വേർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു റൂട്ടിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുക. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 38, 39, 41, 43 നമ്മൾ പറഞ്ഞിരുന്നു. സോഷ്യലിസം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്ന വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിലെ
കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും കോർ വാല്യൂസ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. സോ 42nd അമെന്റ്മെന്റ് ആക്ടിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഇതിനെന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ അതിന്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്താണ് GS2 പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ഡിബേറ്റ് ഓൺ റിമൂവിംഗ് സോഷ്യലിസം ആൻഡ് സെക്യുലറിസം ഫ്രം ദ പ്രിയാമ്പിൾ ആക്ട്സ്, ഇംപ്ലിക്കേഷൻ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ബേസിസ് സ്ട്രക്ചർ. എങ്ങനെ ബേസിസ് സ്ട്രക്ചറിനെയും അതിന്റെ വാല്യൂസിനെ എഫർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ന്യൂ ഡോർസ് ഫോർ പാർലമെന്റ്സ് ലൈബ്രറി സർവീസ്. ഈ ഒരു ന്യൂസ് എന്തുകൊണ്ട് റിലവന്റ് ആകുന്നു എന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ പാർലമെന്റിൽ MPsന് റിസർച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റെഫറൻസ് ചെയ്യുന്നതിനും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി സിസ്റ്റം തന്നെയുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് അവർ ലൈബ്രറി ആൻഡ് റിസർച്ച് സിസ്റ്റം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതിന്റെ ഒരു ആസ്പെക്റ്റിലാണ് ഈ ന്യൂസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ന്യൂസിന്റെ സമ്മറീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർലമെന്റ്സ് റിസർച്ച് കപ്പാസിറ്റീസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആൻഡ് ഫ്രാഗ്മെന്റഡ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മുടെ പാർലമെന്റിലെ MPsന് റിസർച്ചിനും അതുപോലെ തന്നെ അവർക്ക് റെഫറൻസിനും വേണ്ടിയിട്ട് ഒരു ലൈബ്രറി പാർലമെന്റിലുണ്ട്. അത് പ്രോപ്പർ ആയിട്ടല്ല ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. സോ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ചും അതുപോലെ തന്നെ റെഫറൻസും ചെയ്യാത്തത് കൊണ്ട് തന്നെ പാർലമെന്റിൽ നടക്കുന്ന പല ഡിബേറ്റ്സും ഭയങ്കര ഷാലോ ആണ്. അവർക്ക് ഒരുപാട് ഈ പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് റിഫോംസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് റെഫറൻസ് ചെയ്യാത്തതിന്റെ ഒരു ഡീമെറിറ്റ്സ് ഇവരുടെ ഈ ഒരു ഡിബേറ്റ്സിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ന്യൂസിന്റെ റിലവൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രോപ്പറായിട്ട് ഇനി ഇവർക്ക് ഓരോ MPsനും ഒരു ലാംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസർച്ച് അസിസ്റ്റൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ അത് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് MPsന് മാത്രമേ ആ ഒരു അലൊക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരായിരിക്കും ഈ പറയുന്ന റിസർച്ച് കാര്യങ്ങളും ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഒരു ലെജിസ്ലേറ്റീവ് റിഫോംസിന്റെ ബേസിൽ വരുമ്പം ഇൻഡെപ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും കോണ്ടന്റ്സും എല്ലാം തന്നെ ഈ പറയുന്ന MPsന് കൊടുക്കുന്നത്. അവരതിനനുസരിച്ചായിരിക്കും ഈ പറയുന്ന പാർലമെന്റിൽ സംസാരിക്കുന്നത്. അപ്പം ഈ ലാംപ് എന്ന് പറയുന്ന ഫെലോഷിപ്പ് എല്ലാ MPsനും കിട്ടുന്നതല്ല. അപ്പം ആ ഒരു ലാംപ് എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാം. Despite being efficient and digitized, remain reactive and isolated, lacking proactive research, expert inputs and partnership with academic or global institution. അതായത് ഈ പറയുന്ന നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡിജിറ്റലൈസ്ഡ് ഫോമിലാക്കിയിട്ട് പോലും പ്രോപ്പറായിട്ട് അതിനെ MPs എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം അത് നമ്മുടെ പോളിസി മേക്കിങ്ങിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിന് കുറച്ച് റിഫോംസും കാര്യങ്ങളും ഒക്കെ വേണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് കുറച്ചും കൂടി റിസർച്ച് ഡ്രിവൺ ആയിട്ടുള്ള കുറച്ചും കൂടി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിഫോം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ റിസർച്ച് ആണെങ്കിലും അതുപോലെ റെഫറൻസിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചും കൂടി അതിനകത്ത് എന്ത് ചെയ്യണം, റിസർച്ച് ഡിറൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഗ്ലോബലി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെൽപ്പോട് കൂടി അവരുടെ കൊളാബറേഷനിലോട് കൂടിയിട്ട് കുറച്ചും കൂടി ഈ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ പോളിസി മേക്കിങ്ങിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഒരു അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ന്യൂസ് ഈ പറയുന്ന ഒരു ആസ്പെക്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ കീവേഡ്സുകളാണ് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ എന്താണ് ലൈബ്രറി ആൻഡ് റിസർച്ച് സർവീസ് ഇൻ ഇന്ത്യൻ പാർലമെന്റ് എന്ന് മനസ്സിലാക്കുക. അതെന്താണ്, MPsനുള്ള റിസർച്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പൊ അത് അവരുടെ ഈ പറയുന്ന റിസർച്ചിലാണെങ്കിലും റെഫറൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഡിബേറ്റ് പാർലമെന്റിൽ നടത്തുമ്പോഴാണെങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് റെഫറൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ലൈബ്രറി ആൻഡ് റിസർച്ച് സർവീസ് പാർലമെന്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ ലാംപ് ഫെലോഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ് ഓരോ MPsനുമാണ്. അത് പെർട്ടിക്കുലർ സെലക്റ്റഡ് ആയിട്ടുള്ള MPsനായിരിക്കും കിട്ടുക. സോ അതെന്താണെന്ന് നോക്കുക.
യങ് ആയിട്ടുള്ള ഫെലോഷിപ്പ് പ്രൊഫഷണൽസിനെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ പാർലമെന്ററി റിസർച്ച്, നമ്മളത് പറഞ്ഞു. ഇപ്പം യൂറോപ്യൻ യൂണിയൻ, അർജന്റീന പോലെയുള്ള കൺട്രീസിന്റെ ഈ പറഞ്ഞ പാർലമെന്ററി റിസർച്ചിന്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളുടെ ഈ കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഒരു അക്കൗണ്ടബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നോക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്താണ് നമുക്ക് നോക്കണം. പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ നീഡ് ഫോർ സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് സപ്പോർട്ട് ടു എൻഹാൻസ് ക്വാളിറ്റി ഓഫ് ലെജിസ്ലേറ്റീവ് ഡിബേറ്റ്സ് ആൻഡ് പോളിസി മേക്കിംഗ്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, പോളിസി മേക്കിംഗിലാണെങ്കിലും ഡിബേറ്റ്സിലാണെങ്കിലും വളരെ ഷാലോ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് MPs നടത്തുന്നത്, പാർലമെന്റിൽ നടത്തുന്നത്. അത് ലാക്ക് ഓഫ് പ്രോപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞ റെഫറൻസും റിസർച്ചും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ ആസ്പെക്ട്സിൽ മെയിൻസിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക. സോ ദ തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് തമിഴ്നാട് ഹെൽത്ത് സെക്ടർ ഫീഡ്സ് ആൻഡ് ചലഞ്ചസ്. അപ്പം ഈ ഒരു ന്യൂസ് നമ്മളുടെ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവേണൻസ് അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ ഇമ്പോർട്ടന്റ് ആണ്, വെൽഫെയർ സ്കീംസിൽ ഇമ്പോർട്ടന്റ് ആണ്, സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെൽത്ത് സെക്ടറിലുള്ള ഇംപ്രൂവ്മെന്റും അതുപോലെ ചലഞ്ചസിനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തമിഴ്നാട് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഹാസ് ഷോൺ സ്ട്രോങ് പെർഫോമൻസ്. അതായത് പ്രത്യേകിച്ചും അവരുടെ മെറ്റേണൽ അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും അവരുടെ ഒരു സ്കീം ഉണ്ട്, മക്കളെ തേടി മരുത്തവം ആൻഡ് ചീഫ് മിനിസ്റ്റർ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഈ രണ്ട് സ്കീമും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. തമിഴ്നാട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് സ്കീമാണ്. ഈ രണ്ട് സ്കീം വഴിയിട്ടാണ് അവിടുത്തെ ഇൻഫന്റ് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇംപ്രൂവ് ആയിട്ടുള്ളത്. അപ്പം എത്രത്തോളം ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പോളിസി മേക്കിംഗ്, പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിൽ പോളിസി മേക്കിങ്ങിൽ ഓൾ ഓവർ ഇന്ത്യയിൽ അത് എങ്ങനെ ഹെൽത്ത് സെക്ടറിൽ എങ്ങനെ അത് ഇംപ്രൂവ് ആക്കും എന്നുള്ളത് ഈ ഒരു ന്യൂസിന്റെ ആസ്പെക്ട്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ സ്റ്റേറ്റിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽത്ത് സ്കീംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ദെൻ ഇത് പറഞ്ഞത് അവരുടെ ഒരു ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെന്റ് ആണ് ഈ പറഞ്ഞ രണ്ട് സ്കീം വഴി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരുപാട് സ്കീംസുകൾ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസുകളും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഗെയിൻസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ പോലും പല ഹെൽത്ത് സെക്ടറുകളും പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേഴ്സസ്, മിഡ്വൈസ്, അതുപോലെ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു ഷോർട്ടേജ് ഈ പറയുന്ന തമിഴ്നാട് ഗവൺമെന്റിന് ഫേസ് ചെയ്യേണ്ടത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. അപ്പം ഇങ്ങനെ പ്രോപ്പറായിട്ട് റിക്രൂട്ട്മെന്റുകളും കാര്യങ്ങളും നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ ഉണ്ടായിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ ഹെൽത്ത് സെക്ടർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സ്റ്റാഫിന് അവർക്ക് കുറച്ചും കൂടി ഓവർ ബേർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ ഒരു ന്യൂസ് വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പോളിസി മേക്കിംഗ് എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്തിട്ട് ഹെൽത്ത് സെക്ടർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പോളിസി മേക്കിങ്ങിന്റെയും ഗവേണൻസിന്റെയും ഡിഫക്ട്സ് ഹെൽത്ത് സെക്ടറിൽ ഉണ്ടാവുമ്പോൾ അത് ഓൾ ഓവർ ഇന്ത്യയുടെ ഹെൽത്തിനെ പോപ്പുലേഷൻ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഈ ഒരു ന്യൂസിന്റെ അണ്ടറിൽ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ കീവേഡ്സ് ആണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് സ്കീംസ്, അതായത് തമിഴ്നാടിന്റെ രണ്ട് സ്കീംസിനെ പറ്റി നമ്മൾ പറഞ്ഞു. മക്കളെ തേടി മരുത്തവം, അത് കൂടുതലും ഈ പറഞ്ഞ മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അതിനെപ്പറ്റി എന്താണെന്ന് നോക്കുക. ദെൻ ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി സ്കീം, ഇതും അവിടുത്തെ ഒരു സ്കീമാണ്. അപ്പൊ ഈ മൂന്ന് സ്കീംസുകളും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം നോക്കുക. തമിഴ്നാട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പ്രൊക്യൂർസ് ആൻഡ് സപ്ലൈസ് മെഡിസിൻ ആൻഡ് എക്യുപ്മെന്റ് ടു ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അത് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് തമിഴ്നാട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ബേസിസിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക.
മനസ്സിലാക്കിയിരിക്കുക. സോ ദ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? MMR എന്ന് പറയുന്നത് എന്താണ്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് IMR എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താ? GS2 ഗവേണൻസ് ആൻഡ് ഹെൽത്ത്, ക്രൈസിസ് ഇൻ ഹെൽത്ത് കെയർ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദെൻ എക്കണോമി ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് റോൾ ഓഫ് ഗവൺമെന്റ്, ഹെൽത്ത് സ്പെൻഡിങ് ആൻഡ് വെൽഫെയർ സ്കീംസ് ഇൻ റിഡ്യൂസിങ് ഹെൽത്ത് ഇൻഇക്വാളിറ്റീസ്, ആ ആസ്പെക്ട്സിൽ ഇത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ എത്തിക്സ് ഇൻ ഗവേണൻസ്, GS4 വരുന്നുണ്ട് എന്താണ്? എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഓവർ ബർഡൻ ഹെൽത്ത് വർക്കേഴ്സ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അതായത് ഓൾറെഡി ഉള്ള വർക്കേഴ്സിന് തന്നെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ, സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി ഉള്ള സ്റ്റാഫിന് ഓവർ ബർഡൻ ആവുകയാണ്. അതിൽ അവിടെ ഒരു എന്ത് വരുന്നുണ്ട്? എത്തിക്കൽ ഒരു ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. പ്രിലിംസിന്റെ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ദ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ക്യാൻ ദ സുപ്രീം കോർട്ട് ഹോൾഡ് ആൻ ആക്ട് പാസ്ഡ് ബൈ എ സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു ന്യൂസിന്റെ റിലവൻസ് എന്താണെന്ന് വെച്ചാൽ, നന്ദിനി സുന്ദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് കേസിൽ അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോർട്ടിന്റെ ഓർഡറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോർട്ടിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഛത്തീസ്ഗഡ് ഓക്സിലറി ആംഡ് പോലീസ് ഫോഴ്സ് ആക്ട് 2011 എന്ന് പറയുന്ന ഒരു ലോ ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിസിലാണ് ഈ ഒരു കേസിനെ നമ്മൾ നോക്കി കാണേണ്ടത്. 2011 സുപ്രീം കോർട്ട് ഛത്തീസ്ഗഡിന്റെ ഈ ഒരു മാവോയിസ്റ്റ് ഓപ്പറേഷൻസിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഈ സ്പെഷ്യൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വഴി ആർട്ടിക്കിൾ 14, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റിയും ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിന്റെയും എതിരെയായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന്റെ എന്നായിരുന്നു 2011 സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ആ സെയിം ഇയർ തന്നെ ഛത്തീസ്ഗഡ് ഓക്സിലറി ആംഡ് പോലീസ് ഫോഴ്സ് ആക്ട് 2011 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആക്ടിലും പറയുന്നത് സ്പെഷ്യൽ പോലീസേഴ്സിനെ എന്ത് ചെയ്യാൻ ഫോഴ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളതിന്റെ ബേസിസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലോ ആയിരുന്നു. അപ്പം ഇപ്പം സുപ്രീം കോർട്ട് പറയുന്നത് ഇത് ഒരിക്കലും ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവുന്നില്ല. കാരണം ഓൾറെഡി ഉള്ള ഒരു കോർട്ടിന്റെ ഓർഡറിനെ അല്ല ഇത് വയലേറ്റ് ചെയ്യുന്നത്. അവർ പുതിയ ഒരു ലോ ആണ് എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലും ഈ പുതിയ ലോ എൻഫോഴ്സ് ചെയ്തതിന് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യുക, അല്ലാതെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല ഈ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോഴത്തെ കോർട്ടില് സുപ്രീം കോർട്ട് ഈ ഒരു കേസിന്റെ ആസ്പെക്ട്സിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോർട്ടിന്റെ ഓർഡർ, ഡയറക്റ്റ് കോർട്ട് ഓർഡറിനെ ഡിസൊബേ ചെയ്യുന്നതാണ്. പക്ഷെ പുതിയൊരു ലോ എൻഫോഴ്സ് ചെയ്യുന്നത് ഒരിക്കലും എന്താവുന്നില്ല, ആ ഒരു ഡിസൊബീഡിയൻസ് ആകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സുപ്രീം കോർട്ട് പറയുന്നത്. അങ്ങനെയാണ്. അപ്പം ആ ഒരു ആസ്പെക്ട്സിലാണ് ഈ ന്യൂസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിന്റെ പ്രിലിംസിന്റെ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് യൂസ് ഓഫ് SPOS. അപ്പൊ എന്താണ് 2011 സുപ്രീം കോർട്ടിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മാവോയിസ്റ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് സ്പെഷ്യൽ പോലീസ് ഓഫീസറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 14 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 വയലേഷൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ എന്താണ് ആർട്ടിക്കിൾ 14 and 21. Then doctrine of separation of powers, അതായത് എന്താണ് ഈ പറയുന്ന നമ്മുടെ ലെജിസ്ലേറ്റീവിന് പുതിയ ലോസ് മേക്ക് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് എന്താണ്? ലെജിസ്ലേറ്റീവും എക്സിക്യൂഷനും ജുഡീഷ്യറിയും ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ ഒരു ന്യൂസിന്റെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദെൻ വാട്ട് ഈസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വാസ് ലെജിസ്ലേറ്റീവ് പവർ. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ് പോളിസി മേക്ക് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ലോ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പൊ അതും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ്? GS2 പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇന്റേണൽ സെക്യൂരിറ്റി, മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന ആ ഒരു ടൈമിൽ ഇന്റേണൽ സെക്യൂരിറ്റിനെ അത് ബാധിക്കുന്ന ഒരു ന്യൂസ് ആണ്. ദെൻ ഗവേണൻസ് ആൻഡ് ലോ അതും വരുന്നുണ്ട്. അപ്പം ഇത്രയും ആസ്പെക്ട്സിലാണ് ഈ ഒരു ന്യൂസ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്.
സോ ദ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇൻഡൈജീനിയസ് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് വർത്ത് 1.05 lakh crore ക്ലിയർഡ്. അപ്പൊ ഇതെന്താ ഡിഫൻസിന്റെ ആസ്പെക്ട്സിലും സയൻസ് ആൻഡ് ടെക്കിന്റെ ആസ്പെക്ട്സിലും ഇന്റേണൽ സെക്യൂരിറ്റിന്റെ ആസ്പെക്ട്സിലും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു ന്യൂസ് ആണ്. സോ ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവ് 10 ക്യാപിറ്റൽ അക്വിസിഷൻ പ്രപ്പോസൽ വർത്ത് 1.05 lakh crore. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു 1.05 lakh crore നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ മേക്കിംഗ് ഇന്ത്യ പോലെയുള്ള സ്കീംസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡൈജീനിയസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങിൽ നമുക്ക് ഈ ഡിഫൻസ് സാധനങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് സമ്മറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഈ കീ പ്രിക്വയർമെന്റ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ക്വിക്ക് റിയാക്ഷൻ സർഫേഴ്സ് ടു എയർ മിസൈൽ ഫോർ ദ ആർമി, ദെൻ എന്താണ് ആർംഡ് റിക്കവറി വെഹിക്കിൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആൻഡ് നേവൽ അസറ്റ്സ് ലൈക്ക് മോഡ് മൈൻസ് ആൻഡ് സബ്മേഴ്സിബിൾ ഓട്ടോണോമസ് വെസൽസ്. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രപ്പോസലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം ഇത് മെയിൻ ആയിട്ടും എന്താണ്, നമ്മളുടെ ഇന്ത്യയുടെ എയർ ഡിഫൻസിനെ എന്ത് ചെയ്യുക, പാകിസ്ഥാൻ ബോർഡറിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യുക, സപ്ലൈ ചെയിൻസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ മാരിടൈം സെക്യൂരിറ്റി, അതുപോലെ തന്നെ മാരിടൈം സെക്യൂരിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു എയിമിലാണ് ഈ പറഞ്ഞ ഇൻഡൈജീനിയസ് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഡിഫൻസിന്റെയും ഇന്റേണൽ സെക്യൂരിറ്റിന്റെ ആസ്പെക്ട്സിൽ ഈ ന്യൂസ് ഒന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡാക് അല്ലെങ്കിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി, അതെന്താണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് അപ്രൂവൽ സ്റ്റെപ്പ് ഇൻ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ആണ്. അതുപോലെ തന്നെ എസെൻഷ്യൽ നീഡ്സ് ആണ് പ്രൊസീഡ് ചെയ്യുന്നത്, അതാണ് അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത്. ദെൻ എന്താണ് QRSM, മോഡ് മൈൻസ്, മൈൻ കൗണ്ടർ മെഷർ വെസൽസ്, ഇതൊക്കെ എന്താണെന്ന് സയൻസ് ആൻഡ് ടെക്കിന്റെ ആസ്പെക്ട്സിൽ കൂടി മനസ്സിലാക്കുക. ദെൻ എന്താണ് ബൈ കാറ്റഗറി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ് സയൻസ് ആൻഡ് ടെക് വരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്, ഗവേണൻസ് വരുന്നുണ്ട്. ഇത് മൂന്നിന്റെ ആസ്പെക്ട്സിൽ ഈ ന്യൂസ് മനസ്സിലാക്കിയിരിക്കുക. സോ ദ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ഇൻ പ്ലാസ്റ്റിക് വേസ്റ്റ് എ ന്യൂ പബ്ലിക് ഹെൽത്ത് ത്രെറ്റ്. അതായത് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൈക്രോ പ്ലാസ്റ്റിക് എത്രമാത്രം ഹ്യൂമൻ ഹെൽത്തിനെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്മോൾ പീസ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. അതെന്താണ് നമ്മുടെ കണ്ണിന് ഇൻവിസിബിൾ ആയിട്ടുള്ള അത്രയും ചെറിയ സൈസാണ്. അപ്പൊ ഇത് എന്താണ് നമ്മുടെ ചുറ്റിനുമുള്ള എയറിൽ, അതുപോലെ വാട്ടറിൽ, ഫുഡിലും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പ്രസൻസ് കാണുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെറ്റ് ആണ്. ഇപ്പൊ നേരത്തെ നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് മൈക്രോ പ്ലാസ്റ്റിക് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫുഡ്സിൽ, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് പോലെയുള്ള ഐറ്റംസിൽ എല്ലാം ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പം ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി വളരെയധികം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി വളരെയധികം ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന് എക്സ്പോഷർ ഉണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇന്ത്യ ഈസ് ഫേസിംഗ് എ മേജർ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ഡ്യൂ ടു വൈഡ് സ്പ്രെഡ് എക്സ്പോഷർ ടു മൈക്രോ പ്ലാസ്റ്റിക് ആൻഡ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ്. അപ്പം ഇത് ശരിക്കും നമ്മുടെ ഹോർമോണൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, പബ്ലിക് ഹെൽത്തിന്റെ ഒരു ത്രെട്ട് തന്നെയാണ്. അപ്പൊ എന്താണ് ഹോർമോണൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചിൽഡ്രൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റൽ ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെട്ട് തന്നെയാണ് പബ്ലിക് ഹെൽത്തിന്. അതുപോലെ തന്നെ ഈ പറയുന്ന ലങ്സിൽ, സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ലങ്സിലും ബ്ലഡിലും ഒക്കെ ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് കാര്യങ്ങളും വേണം. അത് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും, അതായത് ബ്ലഡിൽ ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്സും കാര്യങ്ങളും നടത്തുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ യൂസ് വളരെയധികം കുറയ്ക്കുക,
ഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു റെമഡി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. So the study shows microplastic have infiltrated human blood, lungs, reproductive fluids and organs. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എന്താണ് ആക്ഷൻസ് ലൈക്ക് ബയോ മോണിറ്ററിങ്, അതാണ് ഈ പറയുന്ന ചെക്കപ്പും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ നടത്തുക. സ്ട്രിക്റ്റ് റെഗുലേഷൻസ്, പബ്ലിക് അവയർനെസ് കൊടുക്കുക. സേഫർ ഓൾട്ടർനേറ്റീവ്സ്, പ്ലാസ്റ്റിക്കിന് പകരം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന് റീപ്ലേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ള, അതായത് ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് തടയാനായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. സോ ഇത് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും അതുപോലെ തന്നെ മെയിൻസിന്റെ ആസ്പെക്ട്സിലും എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. സോ മൈക്രോപ്ലാസ്റ്റിക് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വളരെ സ്മോൾ പീസസ് ഓഫ് പ്ലാസ്റ്റിക് ആണ്, അത് ഇൻവിസിബിൾ ആണ് നമ്മുടെ കണ്ണിന് തന്നെ. കോസ്മെറ്റിക്സിലും അതുപോലെ ഫുഡില്, എയറില്, വാട്ടറിൽ എല്ലാത്തിലും ഇതിന്റെ പ്രസൻസ് ഉണ്ട്. ഇതിന് എന്താണ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ്, അത് ഈ മൈക്രോ പ്ലാസ്റ്റിക്സിൽ എന്ത് ചെയ്തിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ്. ഇത് നമ്മുടെ ഈ പറയുന്ന ഹോർമോൺസ് ഇൻബാലൻസിനും അതുപോലെ തന്നെ ക്യാൻസർ കോസിംഗ് ആണ്, ക്യാൻസറോജൻസ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാമാണ് ഈ പറയുന്ന കെമിക്കൽസിന്റെ ഒരു ആസ്പെക്ട്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് എന്തൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ദെൻ ഏജൻസീസ് ഒരു സ്റ്റഡീസ്, ആരൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ് GS2 ഗവേണൻസ് ആൻഡ് ഹെൽത്തിന്റെ ആസ്പെക്ട്സിൽ ഇമ്പോർട്ടന്റ് ആണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻസിൽ വരുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സയൻസ് ആൻഡ് ടെക്കിലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിന്റെ ആസ്പെക്ട്സിൽ നോക്കേണ്ടത്. സോ ഇത്രയുമാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെ ആസ്പെക്ട്സിൽ ഓരോ ന്യൂസുകൾ അനാലിസിസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുക. അപ്പം താങ്ക് യു.